ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ. ഇന്ത്യയിൽ ഒരു മുസ്ലിം സമൂഹമുണ്ട്. ഈ സമൂഹത്തെ ശരിയായി പഠിച്ചും വിലയിരുത്തിയുമല്ലാതെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തുകയില്ല. ഈ കൃതിയുടെ തുടക്കത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം അഭിമുഖീകരിക്കുന്ന നിരവധി വെല്ലുവിളികൾ നാം പരാമർശിച്ചു. അവയിൽ മുഖ്യമായ ഒന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ദീൻ സംസ്ഥാപനത്തിനുള്ള ത്യാഗപരിശ്രമങ്ങൾ ഫലപ്രദമാവണമെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങളിൽ സംസ്കരണ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നേ മതിയാവൂ. ഇന്ത്യൻ മുസ്ലിങ്ങളെ പുനരുദ്ധരിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഇന്നാർക്കും അഭിപ്രായ ഭിന്നതയില്ല. ശുഭസൂചനയാണിത്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മതപരവും ലൗകികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവരുടെ പൊതുവായ നില ആദ്യം മെച്ചപ്പെടുത്തണം എന്നാണ് പണ്ഡിതന്മാരും ബുദ്ധിജീവികളും ഒരേ സ്വരത്തിൽ വാദിക്കുന്നത്. ഈ നിലക്കുള്ള പ്രവർത്തനങ്ങൾ വ്യക്തി സമൂഹ തലങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നതും പ്രശംസിക്കപ്പെടേണ്ടത് തന്നെ. മുസ്ലിം സമൂഹത്തിൻ്റെ നില മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഫലവത്താവണമെങ്കിൽ താഴെ പറയുന്ന ചില അടിസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പറ്റില്ല. ഒന്നാമതായി, യഥാർത്ഥത്തിലുള്ള നില എന്താണെന്ന് വസ്തുനിഷ്ഠമായി പഠിക്കണം. ഏതെല്ലാം മേഖലയ്ക്ക് മുൻഗണന കൊടുക്കണമെന്ന് നിശ്ചയിക്കണം. എങ്കിലേ നമ്മുടെ വിഭവശേഷിയും അധ്വാനവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാനാകൂ. സമൂഹ ശരീരത്തെ ബാധിച്ച രോഗങ്ങൾ പലതുണ്ട്. മാരക രോഗങ്ങൾ പ്രത്യേകം കണക്കിലെടുത്ത് ചികിത്സ നൽകേണ്ടതുണ്ട്. മറ്റു പല രോഗങ്ങളും അവയിൽ നിന്ന് പൊട്ടിമുളച്ചതാവാം, അല്ലെങ്കിൽ പ്രധാന രോഗത്തിൻ്റെ ലക്ഷണങ്ങളാകാം. ഉള്ളിലെ മാരക രോഗം കാരണം സങ്കീർണമായി തീർന്ന വേറെയും പല രോഗങ്ങളും കണ്ടേക്കാം. നില എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച സമഗ്രവും പൂർണ്ണവുമായ ചിത്രം മനസ്സിലുണ്ടാവണം. ഇതാണ് രണ്ടാമത്തെ സംഗതി. പുരോഗതിയെക്കുറിച്ച കാഴ്ചപ്പാട് പടിഞ്ഞാറു നിന്ന് കടമെടുത്തതാണോ, അതല്ല ഇസ്ലാമിക ദർശനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് വികസിപ്പിച്ചെടുത്തതാണോ? വികസന സങ്കല്പമനുസരിച്ചിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങളുടെ സ്വഭാവം. പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ അച്ചുതണ്ടി ഏതായിരിക്കണം എന്നതാണ് മൂന്നാമത്തെ പ്രശ്നം. മുസ്ലിം സമുദായം അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദിച്ചാൽ മാത്രം മതിയോ, അതല്ല അവരുടെ മതപരമായ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പരിഷ്കരണ സംരംഭങ്ങളാണോ ഉണ്ടാവേണ്ടത്? ഇവ രണ്ടും ചേർത്തുകൊണ്ടുള്ള മൂന്നാമതൊരു രീതിയാണോ നല്ലത്? മുസ്ലിങ്ങളുടെ സർവതോമുഖമായ പരിഷ്കരണവും പുരോഗതിയും ലക്ഷ്യം വെച്ചുള്ള ഈ സംരംഭങ്ങളിൽ മുസ്ലിം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സംഘടനകളും പങ്കാളികളായിത്തീരണം എന്നതാണ് അവസാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. മതബോധം, ആത്മാർത്ഥത, പരക്ഷേമ തൽപരത തുടങ്ങിയ ഗുണങ്ങൾ ആർജിച്ചെങ്കിലേ ഈ കൂട്ടായ്മ സാധ്യമാവൂ. പരസ്പരം അംഗീകരിക്കാനും ആദരിക്കാനും എല്ലാവർക്കും കഴിയണം. ഏതു വിഭാഗം നടത്തുന്ന എത്ര ചെറിയ നല്ല നീക്കങ്ങളെയും മറ്റു വിഭാഗങ്ങൾ അംഗീകരിക്കുകയും പിന്തുണക്കുകയും വേണം. കുറച്ചുകാലമായി മുസ്ലിം സമുദായം കൂട്ടായ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച മട്ടാണ്. ഒന്നിച്ചു നിൽക്കുന്നതിന് പകരം വേറിട്ട് നിൽക്കാനുള്ള പ്രവണത കൂടി വരുന്നു. തങ്ങളുടെ ആളുകളുടെ പ്രവർത്തനങ്ങളെ മാത്രമേ ഓരോ സംഘടനയുടെ കീഴിലുള്ളവരും അംഗീകരിക്കാനും വിലമതിക്കാനും തയ്യാറാവുന്നുള്ളൂ. ഈ രീതി ഉപേക്ഷിക്കാത്ത കാലത്തോളം ഒന്നിച്ചുള്ള പ്രവർത്തനം ഫലവത്താവുകയില്ല. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കാൻ കഴിയുമ്പോഴാണ് ഈ ശോച്യാവസ്ഥക്ക് പരിഹാരമാർഗങ്ങൾ തുറന്നുകിട്ടുക. ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ പലരും കുറേ നാളായി നടത്തിവരുന്നുണ്ട്. വിശാലമായ തലത്തിൽ പ്രവർത്തനം ആസൂത്രണം ചെയ്യാത്തതുകൊണ്ട് പരിമിത വൃത്തത്തിൽ പോലും അത് വേണ്ടവിധം യേശുന്നില്ല. എല്ലാ രംഗത്തും സമൂലമായ മാറ്റവും അഴിച്ചുപണിയും വേണ്ട നിലയിലാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ. ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും സ്ഥാനത്ത് മതപരമായ കക്ഷിവഴക്കുകളാണ് മുസ്ലിം ആവാസ കേന്ദ്രങ്ങളുടെ മുഖമുദ്ര. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചോ മൂല്യങ്ങളെക്കുറിച്ചോ അവർക്ക് ധാരണയില്ല. ശാഖാപരമായ കാര്യങ്ങളിൽ തമ്മിൽ തല്ലാൻ ഒരുക്കമാണ് താനും. വൃത്തിഹീനമായ തെരുവ്, പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, ഗലികളിൽ ബഹളം വെച്ച് കറങ്ങി നടക്കുന്ന കുട്ടികൾ, വിദ്യാലയങ്ങളുടെ എണ്ണക്കുറവ്, ഇതൊക്കെ നോക്കി ഒരു മുസ്ലിം ആവാസ കേന്ദ്രം തിരിച്ചറിയാമെന്നായിട്ടുണ്ട്. ഏതൊരു വൻ നഗരത്തിലും ചെന്നു നോക്കൂ, അവിടെ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ചാളകളിലായിരിക്കും താമസം. പകർച്ചവ്യാധികളും മറ്റു രോഗങ്ങളും ഇവിടെ വളരെ കൂടുതലാണ്. തുടർച്ചയായി രാഷ്ട്രീയ വിവേചനത്തിന് ഇരയായിത്തീരുകയും ചെയ്യുന്നു മുസ്ലിം ഗലികൾ. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ശക്തി സ്വരൂപിക്കേണ്ടത് എങ്ങനെയെന്നോ അവകാശങ്ങൾ എങ്ങനെ നേടിയെടുക്കാമെന്നോ ഇവർക്കറിഞ്ഞുകൂടാ. ആകെക്കൂടിയുള്ളത് വോട്ട് രാഷ്ട്രീയമാണ്. വൈകാരിക പ്രശ്നങ്ങളിൽ കയറിപ്പിടിച്ചുള്ള കോലാഹലങ്ങളാണ്. ഇതിലപ്പുറം പോകാൻ സ്വാർത്ഥരായ നേതാക്കൾ അവരെ സമ്മതിക്കുകയില്ല. അതിനാൽ സമുദായത്തിൻ്റെ പുനരുദ്ധാരണം പോലുള്ള അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും ഇപ്പോഴും ബോധവാന്മാരല്ല. മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഇസ്ലാമിക പരിഗണനയല്ല ലഭിക്കുന്നത്. നിരവധി ദുരാചാരങ്ങളും സമ്പ്രദായങ്ങളും സമുദായത്തിലേക്ക് നുഴഞ്ഞു കയറുകയും അവ സ്ത്രീക്ക് ഇസ്ലാം നൽകിയ അവകാശങ്ങളെ കവർന്നെടുക്കുകയും ചെയ്തിരിക്കുന്നു. അനാചാരങ്ങളുടെ തള്ളിക്കയറ്റം മുസ്ലിം സ്ത്രീയുടെ സാമൂഹിക പദവിക്ക് കാര്യമായ മങ്ങലേൽപ്പിച്ചു. ഇത് കാരണം ആധുനിക സ്ത്രീവാദ പ്രസ്ഥാനങ്ങൾക്ക്
മുസ്ലിം സ്ത്രീകളെ വഴിതെറ്റിക്കാനും സാധിക്കുന്നുണ്ട്. വിദ്യാസമ്പന്നരായ മുസ്ലിം സ്ത്രീകളിൽ ഗണ്യമായൊരു വിഭാഗം ഇസ്ലാമിനോട് തന്നെ വെറുപ്പുള്ളവരായിത്തീരുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൊതുനില മനസ്സിലാക്കാൻ ഈ ചെറിയ രേഖാചിത്രം മതിയാവും. കുറച്ച് ആഴത്തിലേക്ക് ചെന്നാൽ ഈ പ്രശ്നങ്ങളുടെയെല്ലാം മൂലകാരണം കണ്ടെത്താനും പ്രയാസമുണ്ടാവില്ല. അജ്ഞതയും നിരക്ഷരതയുമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്ന്. സ്വാതന്ത്ര്യത്തിൻ്റെ 50 ആണ്ടുകൾ പിന്നിട്ടിട്ടും അക്ഷരം കൂട്ടി വായിക്കാനറിയാത്ത എത്രയോ പേരെ നിങ്ങൾക്ക് ഈ ബസ്തികളിൽ കണ്ടുമുട്ടാനാകും. ഇവിടെ നിങ്ങൾ സ്കൂളുകളോ ദർസുഗാഹുകളോ കണ്ടെന്നു വരില്ല. മക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ പോലും സാമ്പത്തിക ശേഷിയില്ലാത്തവരാണ് ഇവിടെ പാർക്കുന്ന പലരും. ഭരണകൂടങ്ങളാവട്ടെ ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയും വിവേചനവും കാണിക്കുന്നു. ഖുർആൻ വായിക്കാനറിയാത്ത ലക്ഷങ്ങളെ നിങ്ങൾക്ക് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളിൽ കാണാനാകും. വലിയൊരു വിഭാഗത്തിന് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസവും അധ്യാപനങ്ങളും എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവരെളുപ്പത്തിൽ ബഹുദൈവത്വപരമായ അന്ധവിശ്വാസങ്ങളുടെ ഇരകളായിത്തീരുന്നു. ഉദാഹരണത്തിന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തുള്ള ഇത്തരം നിരവധി ബസ്തികളിൽ ഇപ്പോഴും മയ്യത്ത് നമസ്കാരത്തിന് ആളെ കിട്ടാത്ത അവസ്ഥയാണ്. അത് അറിയുന്നവർ ഇല്ലെന്നതാണ് കാരണം. ഇവിടങ്ങളിലെ മുസ്ലിം വിവാഹങ്ങളിൽ അമുസ്ലിം ആചാരങ്ങളാണ് അനുഷ്ഠിക്കപ്പെട്ടു പോരുന്നത്. ദേവീദേവന്മാർക്ക് മുമ്പിൽ സാഷ്ടാംഗം വീഴുന്നത് നിഷിദ്ധമാണെന്നും ജലാകർമ്മം ഇസ്ലാമിക ചിഹ്നമാണെന്നും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ഷിർക്ക് എന്ന മഹാകുറ്റമാണെന്നും വിവാഹത്തിന് ഇസ്ലാമിക അനുഷ്ഠാന രീതികളുണ്ടെന്നും അറിയാത്ത എത്രയോ പേരുണ്ട് ഉത്തരേന്ത്യയിലെ ഇത്തരം ബസ്തികളിൽ. മുസ്ലിങ്ങളായിരിക്കാൻ തന്നെ കഴിയാത്ത ഒരു അവസ്ഥയിൽ അവർക്കെങ്ങനെയാണ് ഉത്തമ സമുദായമായി മാറാൻ കഴിയുക? വിവരമില്ലാത്ത ഈ സമൂഹം പെട്ടെന്ന് പാശ്ചാത്യ ഭൗതികരുടെയും അരാജകവാദത്തിൻ്റെയും ഇരകളായിത്തീരുന്നുമുണ്ട്. മതബോധം, വിശ്വസ്തത, സേവന മനസ്ഥിതി തുടങ്ങിയ സൽഗുണങ്ങൾ ഉപേക്ഷിച്ച് അവർ മതവിരുദ്ധരും ഭൗതികാസക്തരും അവിഹിത ഇടപാടുകൾക്ക് കൂട്ടുനിൽക്കുന്നവരുമായിത്തീരുന്നു. ഇവിടെയും അജ്ഞത തന്നെ പ്രധാന വില്ലൻ. തങ്ങളുടെ ദീൻ എന്താണെന്ന് തിരിച്ചറിയാതെ പാരമ്പര്യ ആചാരക്രമങ്ങളിലും മാമൂലുകളിലും കുടുങ്ങിപ്പോയതിൻ്റെ ദുരവസ്ഥ. അക്ഷരങ്ങൾ കൂട്ടിവായിക്കാനറിയാത്ത ഒരു വിഭാഗത്തിന് ഇസ്ലാമിലെ കുടുംബ നിയമങ്ങൾ മനസ്സിലാക്കി അവയെ ആദരിക്കാൻ കഴിയുമോ? അവർക്കെങ്ങനെ ഇസ്ലാമിൻ്റെ സാമൂഹിക സാമ്പത്തിക മൂല്യസംഹിതകളെ ഉയർത്തിപ്പിടിക്കാനാവും? ഇസ്ലാം വൃത്തിക്ക് നൽകിയ പ്രാധാന്യവും സ്ത്രീകൾക്ക് അനുവദിച്ച അവകാശങ്ങളും എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അന്യായവും അതിക്രമവും ഇല്ലാതാക്കേണ്ടത് മതബാധ്യതയാണെന്ന് എങ്ങനെ തിരിച്ചറിയും? ആദർശം പഠിച്ചറിഞ്ഞ് ബോധ്യപ്പെടേണ്ട ഒന്നാണെന്നും ആരെയും അന്ധമായി അനുകരിക്കരുതെന്നും ഇവരെ എങ്ങനെ മനസ്സിലാക്കും? ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ദീനിൽ മുൻഗണന കൊടുക്കേണ്ടതെന്ന് അവരെങ്ങനെ കണ്ടെത്തും? നിരക്ഷരത സർവ്വവ്യാപിയായ ഈ സമൂഹത്തിൽ തങ്ങൾ വഴികാട്ടേണ്ട ഉത്തമ വിഭാഗമാണെന്ന ബോധം ഉണ്ടാക്കിയെടുക്കുക വളരെ പ്രയാസകരമാണ്. സാമ്പത്തിക പിന്നാക്കാവസ്ഥ അവരുടെ നിരക്ഷരതയ്ക്ക് വലിയൊരു കാരണമാണെന്ന് കാണാനാകും. രാജ്യത്തിൻ്റെ വികസന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ അവർക്ക് മറ്റു വിഭാഗങ്ങളെപ്പോലെ പങ്കുചേരാനാവുന്നില്ല. അതിനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് നേര്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ അവർ വളരെ പിന്നാക്കമാണ്. അവരിൽ ബഹുഭൂരിഭാഗവും കർഷകരോ മേസ്തിരികളോ തൂപ്പുകാരോ റിക്ഷ വലിക്കുന്നവരോ ഡ്രൈവർമാരോ പെട്ടിക്കട നടത്തുന്നവരോ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവരോ ഒക്കെയാണ്. വ്യവസായികളും ഓഫീസർമാരും ശാസ്ത്രജ്ഞരും നിർമ്മാണ വിദഗ്ധരും ഉപ്പിനുപോലും ഇല്ല. ഇവരുടെ ബസ്തികളിൽ മതപാഠശാലകൾ മാത്രമല്ല, സ്കൂളും കോളേജും അപൂർവ കാഴ്ചയാണ്. ഉള്ള പ്രൈമറി സ്കൂളുകളുടെ തന്നെ നിലവാരം അത്യന്തം ദയനീയം. ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസ മേഖലയിൽ മത്സരിക്കാനുള്ള വല്ല ത്രാണിയും ഉണ്ടാവുമോ? മുസ്ലിം സമൂഹത്തിൻ്റെ സാമ്പത്തിക നില ഒരു മാറ്റവുമില്ലാതെ തുടരുന്നതിൻ്റെ കാരണം ഇതാണ്. വിദ്യാഭ്യാസവും ദീനീബോധവും ഒപ്പത്തിനൊപ്പമാണ് സഞ്ചരിക്കുക. ഒന്ന് തളർന്നാൽ മറ്റേത് തളരും. നിരക്ഷരത എല്ലാ തകർച്ചക്കും കാരണമായി തീരുന്നത് അതുകൊണ്ടാണ്. സാമൂഹിക തിന്മകളെയും അധാർമിക പ്രവണതകളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നതും നിരക്ഷരത തന്നെ. ഈ നിലക്ക് മാറ്റം വരണമെങ്കിൽ പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുകയും അതിൻ്റെ നിലവാരം ഉയർത്തുകയും മാത്രമേ മാർഗമുള്ളൂ. ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ടായതുകൊണ്ടോ യൂണിവേഴ്സിറ്റികളും കോളേജുകളും സ്ഥാപിച്ചതുകൊണ്ടോ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൊതുനില മെച്ചപ്പെടുകയില്ല. മതപാഠശാലകൾ. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് മതപാഠശാലകൾ വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാവില്ല. സമുദായത്തിൻ്റെ മതകീയ സ്വത്വം നിലനിർത്താനും ദൈവഭക്തരായ തലമുറകളെ വാർത്തെടുക്കാനും അവ വലിയ സംഭാവനകൾ നൽകി. പക്ഷേ പിൽക്കാലത്ത് മതപഠനത്തിൻ്റെ ദിശ തെറ്റിപ്പോയി. ഖുർആനും ഹദീസും ആഴത്തിൽ പഠിപ്പിക്കുന്നതിനു പകരം പൗരാണിക തത്വശാസ്ത്രവും തർക്കശാസ്ത്രവും വചനശാസ്ത്രവും ഒക്കെയായി മുഖ്യ പാഠ്യവിഷയങ്ങൾ. ഇമാം ഗസാലിയുടെ കാലത്തുള്ള അതേ വിഷയങ്ങളാണ് വലിയ മാറ്റമൊന്നും കൂടാതെ ഇവിടെ പഠിപ്പിച്ചു വന്നത്.
അതിനാൽ സമൂഹത്തെ ചലിപ്പിക്കാനോ നിർമ്മാണാത്മക സംരംഭങ്ങളിൽ പങ്കുകൊള്ളാനോ മതപാഠശാലകൾക്ക് കഴിയാതെ വന്നു. ശാസ്ത്ര മാനവിക വിഷയങ്ങളെ അവഗണിക്കുന്ന പ്രവണതയും ആ സ്ഥാപനങ്ങളിൽ വളർന്നുവന്നു. തെറ്റായ ചില സൂഫി ചിന്താധാരകളെ അവ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെയെല്ലാം ഫലമായി മതപാഠശാലകളിലെ വിദ്യാർത്ഥികൾക്ക് പുറം ലോകവുമായുള്ള ബന്ധം അന്യമായി. അവിടെയുണ്ടാകുന്ന മാറ്റവും വികാസവും ഒന്നും അവർ അറിയുന്നില്ല. അവർ ഭൂതകാലത്താണ് ജീവിക്കുന്നത്. ഇത് മതം വേറെ ഭൗതികജ്ഞാനം വേറെ എന്ന കൃത്രിമ വിഭജനത്തിന് കാരണമായി. ആരാധനാനുഷ്ഠാനങ്ങൾക്ക് അമിത പ്രാധാന്യം ലഭിച്ചപ്പോൾ വ്യാവഹാരിക ലോകവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ശാസനകൾ അവഗണിക്കപ്പെട്ടു. സ്വാഭാവികമായും മതപാഠശാലകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നവർക്ക് പുറം ലോകത്ത് കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ചെയ്യാൻ വിചാരിച്ചാൽ തന്നെ അതിനുള്ള യോഗ്യതയും കഴിവും അവർക്ക് ഉണ്ടായിരുന്നുമില്ല. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള വെപ്രാളത്തിൽ അവർ പള്ളികളിൽ ഇമാമായോ മുഅദ്ദിനായോ ഒതുങ്ങിക്കൂടി. സമൂഹത്തിൻ്റെ നേതൃത്വം അവരെയാരും ഏൽപ്പിച്ചില്ല. അവരതിന് യോഗ്യരുമായിരുന്നില്ല. ധാർമ്മിക ജീവിതത്തിൽ പാലിക്കേണ്ട മതശാസനകൾ മാത്രമാണ് അവർ പഠിച്ചത്. സാമൂഹിക ജീവിതവുമായുള്ള അവരുടെ ബന്ധം വേർപ്പെടുത്തപ്പെട്ടുപോയിരുന്നു. സമൂഹം അകപ്പെട്ടിട്ടുള്ള തിന്മകളെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നില്ല. അറിവുപോലുമില്ലെങ്കിൽ അത്തരം തിന്മകളുടെ മഹാപ്രളയത്തെ തടഞ്ഞു നിർത്തി സമുദായത്തെ രക്ഷിക്കാൻ മതപണ്ഡിത സമൂഹത്തിന് എങ്ങനെ കഴിയാനാണ്? കാലഹരണപ്പെട്ട ഈ പാഠ്യപദ്ധതിയെ ചില മിനുക്കുപണികൾ ചെയ്തും അടിക്കുറിപ്പുകൾ ചേർത്തും പരിഷ്കരിച്ചെടുക്കാം എന്ന് ചില മാന്യന്മാർ കരുതുന്ന പോലെയുണ്ട്. പാഠ്യപദ്ധതിയിൽ ചില ആധുനിക വൈജ്ഞാനിക വിഷയങ്ങൾ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കോഴ്സോ പ്രാഥമിക ശാസ്ത്ര വിവരങ്ങൾ നൽകുന്ന ഒരു പാക്കേജോ അധികമായി ചേർക്കുക. ഇത്രയും ചെയ്താൽ തന്നെ മതപാഠശാലകൾക്ക് എല്ലാ തരത്തിലും സമുദായത്തെ നയിക്കാനുള്ള പ്രാപ്തിയായി എന്നാണ് അവരുടെ വിചാരം. ഇതൊരു അബദ്ധധാരണയാണ്. ഒന്നാമതായി, ഇപ്പോഴുള്ള പാഠ്യപദ്ധതിയിൽ പുതിയ വിഷയങ്ങൾക്ക് കടന്നുവരാൻ യാതൊരു ഇടവുമില്ല. രണ്ടാമതായി, ഖുർആനും സുന്നത്തും കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പാഠ്യപദ്ധതികളല്ല ഈ സ്ഥാപനങ്ങളിലുള്ളത്. സമൂഹത്തിന് ഊർജവും ചൈതന്യവും പകരാൻ അവർക്ക് കഴിയുന്നുമില്ല. അതിനാൽ പാഠ്യപദ്ധതികളുടെ സമൂലമായ പൊളിച്ചെഴുത്താണ് ആവശ്യം. ബോധന രീതികളിലും ഉണ്ടാകണം ഈ മാറ്റം. കാലഘട്ടത്തിൻ്റെ ത്വാഗൂത്തുകളെ തിരിച്ചറിയാനും അവയുടെ കെണിയിൽപ്പെടാതെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനും കെൽപ്പുറ്റ ആദർശ പ്രതിബദ്ധതയും ഉൾക്കാഴ്ചയുമുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ഉണ്ടായി വരേണ്ടത്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം. വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. നമ്മുടെ രാജ്യത്തും അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് വിദ്യാഭ്യാസ മേഖല കുതിക്കുന്നത്. കാർഷികവും വ്യാവസായികവും ഉൾപ്പെടെ എല്ലാതരം പുരോഗതിയുടെയും കേന്ദ്രമായി വർത്തിക്കുന്നത് ആധുനിക വിദ്യാഭ്യാസമാണ്. ഒരു രാഷ്ട്രമോ സമൂഹമോ വിദ്യാഭ്യാസപരമായി പിന്നാക്കമാണെങ്കിൽ അതിൻ്റെ സാമ്പത്തിക നില പരിതാപകരമായി തുടരും എന്നതിനും ഒരു രാഷ്ട്രീയ ശക്തിയായി അതിന് ഉയർന്നുവരാനാവില്ല എന്നതിനും തെളിവ് ആവശ്യമില്ല. ഭൗതികമായ ഈ ശക്തി സമാഹരണത്തിന് ആധുനിക വിദ്യാഭ്യാസം കൂടിയേ കഴിയൂ. ഇത് മത്സരത്തിൻ്റെ കാലമാണ്. വേഗത്തിലോടുന്നവർ വിജയിക്കും. വിഭവങ്ങളും അവസരങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിൽ സാമർഥ്യമുള്ളവർക്കാണ് സാമ്പത്തിക സുസ്ഥിതി കൈവരിക്കാനാവുക. ഈ മത്സരത്തിൽ ഡാർവിൻ പറഞ്ഞ പോലെ ശക്തനാണ് അതിജീവിക്കുക. എന്നാൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത്യാവശ്യ ചരക്കുകളൊന്നും ഇല്ലാത്ത കടകൾ പോലെയാണ്. അവിടെ നല്ല അധ്യാപകരില്ല, നല്ല ലൈബ്രറിയില്ല, പഠന നിലവാരം പറയേണ്ടതുമില്ല. നാട്ടിലെ പ്രമാണിയായിരിക്കും സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ നടത്തിപ്പുകാരൻ. അയാൾക്ക് വിദ്യാഭ്യാസമോ അക്കാര്യത്തിൽ താൽപ്പര്യമോ വേണമെന്ന യാതൊരു നിർബന്ധവുമില്ല. ഇതെല്ലാം വെച്ച് മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന സ്ഥാപനങ്ങളെ വേഗം തിരിച്ചറിയാനും പറ്റും. അതിനാൽ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുക എന്നതും വളരെ പ്രധാനമാണ്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന തകരാറുകളും കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസം കച്ചവടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വ്യാപകമായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ മുളച്ചുപൊന്തുന്ന കാലമാണ്. അത്തരം സ്ഥാപനങ്ങളുണ്ടാക്കി നടത്തുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് മുസ്ലിം സമൂഹവും. പക്ഷേ ഇവയിൽ മിക്കതിലും പഠിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ പാശ്ചാത്യ സംസ്കാരമാണ്. പഠിക്കാൻ വലിയ ഫീസും ഡൊണേഷനും നൽകണം. പണക്കാർക്ക് മാത്രമേ അതിന് സാധിക്കൂ. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും മറ്റു പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലും ലക്ഷങ്ങൾ തലവരി കൊടുക്കണം പ്രവേശനം കിട്ടാൻ. വിദ്യാഭ്യാസം ഒരു കച്ചവടച്ചരക്കാണ്. കാശുണ്ടെങ്കിൽ വാങ്ങിക്കൊള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. മുസ്ലിം മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലും ഇതാണ് സ്ഥിതി. മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ എന്ന പേരിൽ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഈ വിധം കച്ചവടവൽക്കരിക്കപ്പെട്ടത്. കനത്ത ഫീസും തലവരിയും ചുമത്തുക വഴി മുസ്ലിം സാധാരണക്കാർക്ക് അപ്രാപ്യമായി കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനങ്ങൾ. ലക്ഷങ്ങൾ കൊടുത്ത് പ്രവേശനം തരപ്പെടുത്തുകയും ബിരുദമെടുക്കുകയും ചെയ്ത മെഡിക്കൽ വിദ്യാർത്ഥി ഒരിക്കലും മനുഷ്യൻ്റെ സേവകനാവില്ല. അയാളൊരു കച്ചവടക്കാരനേ ആവൂ. സേവന മനസ്ഥിതിയുടെ പരിശുദ്ധിയോടെയല്ല,
കച്ചവടക്കണ്ണോടെയാണ് അയാൾ എല്ലാം കാണുക. ഇതിൻ്റെ ദുരന്തഫലങ്ങൾ സർവത്ര നിങ്ങൾക്ക് കണ്ടെത്താനാവും. പണം വാരുന്ന മത്സരത്തിൽ എങ്ങനെയെങ്കിലും വിജയിക്കുക, ഇതാണ് ആധുനിക വിദ്യാഭ്യാസം നൽകുന്ന മറ്റൊരു അപകടകരമായ സന്ദേശം. ഈ ഭ്രാന്തമായ ഓട്ടത്തിൽ മനുഷ്യത്വമോ ധാർമ്മികതയോ ഒന്നും നോക്കേണ്ടതില്ല. പിതൃപുത്ര ബന്ധങ്ങൾ, ഗുരുശിഷ്യ ബന്ധങ്ങൾ, അയൽപ്പക്ക ബന്ധങ്ങൾ തുടങ്ങി എത്ര പവിത്രമായ കെട്ടുപാടുകളാണെങ്കിലും അവയെല്ലാം പൊട്ടിച്ചെറിയാം. വഞ്ചിച്ചും പറഞ്ഞ വാക്ക് തെറ്റിച്ചും അന്യന്റെ അവകാശങ്ങൾ കവർന്നെടുത്തും ധനം സമ്പാദിക്കാം. വിദ്യ നേടുന്നതും തൊഴിൽ പരിശീലിക്കുന്നതും പണമുണ്ടാക്കാൻ മാത്രമാണ് എന്ന് ആധുനിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഈയൊരു മനോഭാവം വളർന്നുവരുന്നത്. ഇരു വിദ്യാഭ്യാസ രീതികളും സംയോജിപ്പിക്കണം. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തിന്മകളും ഏറിയോ കുറഞ്ഞോ തോതിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞുവരുന്നത്. പാശ്ചാത്യരെ അന്ധമായി അനുകരിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണിത്. മതഭൗതിക വിദ്യാഭ്യാസങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടേ ഈ തിന്മകളെ മറികടക്കാനാവൂ. ഈ സംയോജനം കേവലം ഭാവനാവിലാസമല്ല, ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. മുസ്ലിം സ്പെയിനിൻ്റെ ചരിത്രത്തിൽ ഇതിന് മികച്ച മാതൃകകൾ കാണാം. നിയമം, ഗണിതം, പ്രകൃതിശാസ്ത്രം, എഞ്ചിനീയറിംഗ്, നാവിഗേഷൻ തുടങ്ങിയ പഠനമേഖലകളിൽ വിജ്ഞാനമാർജിക്കുന്നതിനായി യൂറോപ്പിൽ നിന്ന് നിരവധി ആളുകൾ മുസ്ലിം സ്പെയിനിലെ സർവകലാശാലകളിൽ എത്തിയിരുന്നു. അവിടങ്ങളിലെ പാഠ്യപദ്ധതിയിൽ മതവിഷയങ്ങളും ഭൗതിക വിഷയങ്ങളും വെവ്വേറെയല്ല, ഒന്നിച്ചാണ് പഠിപ്പിച്ചിരുന്നത്. അധ്യാപനത്തിൽ മാത്രമല്ല, ജീവിതത്തിലും അത് അങ്ങനെ തന്നെയായിരുന്നു. മതപണ്ഡിതൻ വൈദ്യശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. നിയമവിശാരദൻ തന്നെയാവും ഗണിതത്തിലെയും പ്രകൃതിശാസ്ത്രത്തിലെയും അതോറിറ്റി. പ്രകൃതിയെ കൈയടക്കി ചൂഷണം ചെയ്യാനല്ല, പ്രകൃതിയുടെ സൃഷ്ടാവിനെ കണ്ടെത്താനുള്ള പ്രേരണയും പ്രചോദനവുമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നത്. വ്യക്തി താൽപ്പര്യങ്ങളെയല്ല, മനുഷ്യ സമൂഹത്തെയാണ് സേവിക്കേണ്ടതെന്ന് ആ പാഠ്യപദ്ധതി പഠിപ്പിച്ചു. വിദ്യ നേടുന്നത് പണം സമ്പാദിക്കാനല്ല, മനുഷ്യനെ മനുഷ്യനാക്കാനാണ്. മതഭൗതിക വിദ്യാഭ്യാസങ്ങളുടെ സംയോജനം ഇക്കാലത്ത് നടക്കില്ലെന്നാണ് പലരും വാദിക്കുന്നത്. വിജ്ഞാനത്തിൻ്റെ ചക്രവാളം വളരെയേറെ വിശാലമായി കഴിഞ്ഞെന്നും ഇരു വിഷയങ്ങളിലും അവഗാഹം നേടുക എന്നത് ഇനി അസാധ്യമാണെന്നും അവർ പറയുന്നു. ഇത് തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇരു വിഷയങ്ങളിലും ഒരുപോലെ അവഗാഹം നേടണമെന്നല്ല പറയുന്നത്. ഓരോ വിദ്യാർത്ഥിയെയും മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിക്കുക. മതധാർമ്മികതയുടെ ചട്ടക്കൂടിൽ അവൻ്റെ ചിന്താഗതിയെയും സ്വഭാവത്തെയും രൂപപ്പെടുത്തുക. ഇതാണ് സംയോജനം കൊണ്ട് ഉദ്ദേശിച്ചത്. വിദ്യാർത്ഥി സ്വാർത്ഥ ഭൗതിക താൽപ്പര്യങ്ങളുടെ അടിമയാകാതിരിക്കാനും സമൂഹത്തിനും രാഷ്ട്രത്തിനും അവനൊരു മുതൽക്കൂട്ടായി തീരാനും ഈ അടിസ്ഥാന ധാർമ്മിക അധ്യാപനം കൂടിയേ തീരൂ.